മോളെ, നീ സൂക്ഷിക്കണം. നിനക്കിപ്പോ കൂട്ടിനിവിടെ ആരുമില്ലല്ലോ. കുറച്ചുനാള് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്ക. അതിന് സമയമാവട്ടെ ചേച്ചി. എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞു മോളെ. അത് ഫോണിലൂടെ പറയാനുള്ളതല്ല ചേച്ചി, നേരിട്ട് പറയാനുള്ളതാ. മോളെ, വിക്രം എന്തെങ്കിലും? അയ്യോ ചേച്ചി, ഏട്ടൻ വെറും പാവാ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കൂടി അറിഞ്ഞതോടെ ആള് ഭൂമിയിലും അല്ല ആകാശത്തും അല്ല എന്നുള്ള ഭാവത്തിലാ നടക്കുന്നേ. ആ ചേച്ചി, ഞാനെന്നാ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിച്ചോളാം. അച്ഛനെന്താ മുട്ടി തീ പിടിച്ച പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ആരോ പ്രതീക്ഷ നിൽക്കും അച്ഛൻ. ആരായിരിക്കും ആ വിനയത്തിൽ? കളി എന്റെ പുറകെ കിടക്കാതെ ആള് വന്ന് നോക്കടാ. ശരി അച്ഛാ, ഇപ്പൊ തന്നെ നോക്കു ഞാൻ. സുമേ, കൊടുക്കാനുള്ള പാലും പഴമൊക്കെ റെഡിയല്ലേ? റെഡിയാ. ആരമ്മേ വരുന്നത്? തത്തയാണോ? അല്ല, പാലും പഴമൊക്കെ എടുക്കാൻ പറയുന്നു. അത്ത അല്ലടി ആണാ കുഞ്ഞു. എടി സുമ, പറഞ്ഞു കൊടുക്കടി ഈ കഴുതയോട് വരുന്നത് ഒരു ത്രികാല ജ്ഞാനിയാണെന്ന്. ദിവ്യജ്ഞാനമുള്ള സ്വാമി. എടി പോത്തെ, സ്വാമിജി പറഞ്ഞ അത് അച്ചട്ടാ. 2018 പ്രളയവും കോവിഡ് മഹാമാരിയൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള ആളാണ്. അല്ലാതെ നിന്റെ കെട്ടിയവനെ പോലെ സ്വന്തം ഭാവിയോ ഭൂതമോ വർത്തമാനമോ തിരിച്ചറിയാനോ പ്രവചിക്കാനോ പറ്റാത്ത സ്വാമിയല്ല. അച്ഛാ, അയാൾ എത്തിയിട്ടൊന്നുമില്ല. വാച്ചും മൊബൈലൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് ചിലപ്പോ സമയം അറിയാതെ സ്വാമിജി അവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഫോണില് മാപ്പ് നോക്കി വരാനൊന്നും പുള്ളിക്കറിയില്ലല്ലോ. എന്തോ സൂര്യന്റെ നിലം നോക്കി സമയം പ്രവചിക്കുന്ന സ്വാമിജിക്ക് നേരം തെറ്റില്ലടാ പോത്തെ. സ്വാമിജിയോ? അതാരാ? ഏത് സ്വാമി? ജിതേട്ടനോട് ചോദിക്കും. സ്വാമിജി ആരാ? അയാളെന്തിനാ ഇവിടെ വരുന്നേ? അല്ല, അത് വിദ്യയെ ഞാനേ. ഓ കാഷ്ടം. സ്വാമി വന്നു. സ്വാമി 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 സ്വാമി. വന്നാട്ടെ, ഒന്ന് നേരെ വിരിച്ചിടാനായിട്ട്. ആസനസ്ഥനായാലും സ്വാമിജി, ആ പാതാരബന്ധങ്ങൾ ഒന്ന് കാണിക്കൂ. നമോവാകം സ്വാമിജി. തെരഞ്ഞെടുപ്പ് അടുത്തു അല്ലേ? ത്രികാല ജ്ഞാനി. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. ഓർമ്മയുണ്ടോ കുറുപ്പേ? മറക്കാൻ പറ്റുമോ സ്വാമി? ഞാനന്ന് വന്ന് സ്വാമിയെ നേരിട്ട് കണ്ടിരുന്നു. അന്ന് സ്വാമി പ്രവചിച്ചായിരുന്നു തോൽവിയാണ് ഫലമെന്ന്. മറിച്ചായിരുന്നോ സംഭവിച്ചത്? അല്ല, തോൽവി തന്നെയായിരുന്നു. 1,90,000 വോട്ടിന്. തോൽക്കുമെന്ന് മാത്രമല്ലല്ലോ ഞാൻ പ്രവചിച്ചത്. അല്ല, കെട്ടിവെച്ച കാശും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ എന്റെ മകൻ ജഗൻ സ്വന്തം ഇഷ്ടപ്രകാരം. അറിയാം. എല്ലാം ഞാൻ അറിയുന്നു. സ്വാമിജി,
ഇതാണ് സ്വാമിജി എന്റെ ഇളയ മകൻ ജഗൻ. ഇവന്റെ കാര്യത്തിന് വേണ്ടിയാണ് സ്വാമിജിയോട് ഇങ്ങോട്ട് എഴുന്നള്ളണമെന്ന് താഴ്മയായി അപേക്ഷിച്ചത്. ജാതക പൊരുത്തം പോലും നോക്കാതെ കല്യാണം കഴിച്ചതാണ് അവൻ. ആ കറുത്ത സാരി കൊടുത്ത് നിൽക്കുന്നില്ലേ, അതാണ് പെൺകുട്ടിയെ, പേര് വന്ദന, നക്ഷത്രം ചതയം. ഇവൾ ഇവിടെ വന്ന് കാലുകുത്തിയ അന്നു മുതൽ ദോഷങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് സ്വാമിജി. സ്വാമിജി ദോഷജാതകക്കാരിയാ. ആദ്യം താലി കെട്ടാൻ വന്ന പയ്യൻ പാതി വഴി വണ്ടി ഇടിച്ച് ചത്തു. റോഡപകടങ്ങളല്ല ജാതകങ്ങളുടെ വിധി നിർണയിക്കുന്നത്, ഗ്രഹങ്ങളുടെ നിലയാണ്. മനസ്സിൽ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നവളാണ് ഇവൾ. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാ ശാപങ്ങളെ തടയുന്നു. നറും പാലിൽ കൽക്കണ്ടം കലർത്തിയ മധുരമാണ് ഇവളുടെ ഹൃദയത്തിന്. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. ദീർഘസുമംഗലി ഭവ. കുട്ടി, നിന്റെ സാന്നിധ്യമാണ് ഈ വീടിന്റെ ഉയർച്ചയും ഐശ്വര്യവും. ഇവളുടെ കണ്ണുനീർ ഈ വീട്ടിൽ പതിയരുത്. യാത്രാമധ്യേയാണ് ഇവിടേക്ക് വന്നത്. യാത്ര തുടരേണ്ടതുണ്ട്. ലക്ഷ്യം കൈലാസം. സ്വാമിജി, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടേ. വിജയം അല്ലെങ്കിൽ മൃത്യു. അപമൃത്യു ഫലം. സ്വാമി, അതെ, മരണം. വിജയം അല്ലെങ്കിൽ ഈ വീട്ടിലൊരു അകാല മരണം സംഭവിക്കും. മരണം വരിക്കുന്നതും മരണം വരുത്തുന്നതും ഇതേ മേൽക്കൂരയ്ക്കുള്ളിലുള്ളവർ തന്നെ. സ്വാമി, കർമ്മമാണ് ഫലം. ഒളിയിടങ്ങളിൽ കരിനാഗങ്ങളുടെ പണമെടുത്താടൽ. ചുവടുകൾ സൂക്ഷിച്ച് ചവിട്ടണം. പ്രാർത്ഥനയും പൂജയും വേണം കുറുപ്പേ. ഭജന ഭസ്മാധാരിക്ക്. എന്നാ പിന്നെ യാത്ര പറയുന്നില്ല. ശരി സ്വാമി. നടന്നാട്ടെ. വാച്ചിട്ടുണ്ടാത്തിന്.
ഏയ് പുതിയ സ്ഥാനമാനങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. കുറച്ചു നാളത്തേക്ക് പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്താലൊന്ന് ആലോചിക്കാം ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോ കുടുംബമൊക്കെ ആയില്ലേ. ഭാര്യയുടെ ചെലവും കൂടി അച്ഛനെ കൊണ്ട് നോക്കിക്കുന്നത് ശരിയല്ലല്ലോ. ആ അത് ഞാൻ നോക്കിക്കോളാം. എടാ ജഗ, ചേട്ടാ ഞാൻ ഫോൺ വിളിക്കുക. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ ഫോൺ ചെയ്താൽ മതി. നീ ഫോൺ കട്ട് ചെയ്തേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. എന്താ ഏട്ടനും ചോദിക്കാനുള്ളത്? അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടി ആ കോൺട്രാക്ടർ നിന്റെ കയ്യിൽ തന്ന പണം എവിടെ? അത് തൽക്കാലം ഞാനൊന്ന് മറിച്ചു. മറിച്ചെന്നോ? നിന്നോട് ആര് പറഞ്ഞു അതെടുത്ത് മറിക്കാൻ? അല്ല, ഏട്ടൻ്റെ പണമൊന്നും അല്ലല്ലോ, അച്ഛൻ്റെ പണമല്ലേ. കണക്കൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അത് പറ്റില്ല. ആ പണം എന്നെ ഏൽപ്പിക്കണം. നിന്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങിക്കൊടുക്കാൻ അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. ചേട്ടാ, നീ കളിക്കാതെ പണം എടുക്ക്. ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ആ പണം ചെലവായി പോയെന്ന്. എങ്ങനെ ചിലവായി പോയി? അതൊക്കെ ചെലവായി. ഒരു നന്മയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് കരുതിക്കോ. നന്മയുള്ള പ്രവൃത്തിയോ? ഏട്ടനറിയില്ലേ അനിയൻ അനാഥാലയം തുടങ്ങിയ കാര്യം? ഏട്ടത്തി കളിയാക്കൊന്നും വേണ്ട. അനാഥാലയത്തിന് ചെലവാക്കുന്നത് മാത്രമല്ല നന്മയുള്ള കാര്യം. ജഗൻ ചേട്ടൻ ഒരു അനാഥ കൊച്ചിനെ ദത്തെടുത്തു എന്നറിഞ്ഞു. അനാഥാലയം തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഹരിതേ, നീ ഇപ്പോഴേ ഒന്നും അറിയുന്നില്ല. അതാ നിന്റെ കുഴപ്പം. വീനാമ്പേച്ചി മരപ്പൊട്ടിയോട് കൂട്ടുകൂടിയൊരു കഥ നീ കേട്ടിട്ടുണ്ടോ? അതിന്റെ ക്ലൈമാക്സിൽ രണ്ടും കുഴിയിൽ വീണ് പോവായിരുന്നു. ഇപ്പൊ നിനക്ക് കഥ എഴുത്തും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കലുമാണ് ജോലിയെന്ന് അറിയാം. അതാണല്ലോ ഇന്ന് നാടകത്തിൽ നിന്ന് തട്ടേ കളിച്ച സ്വാമിജി എന്ന കഥാപാത്രം വന്നത്. ശാപം പിടിച്ച് നിന്റെ ഭാര്യയെ പുണ്യവതിയാക്കാൻ ഒരു സ്വാമിജി അവതരിച്ചിരിക്കുന്നു. അയാളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. കോൺട്രാക്ടർ തന്ന പണം ജഗൻ അച്ഛന് കൊടുത്തത് ശരിയായില്ല. എന്തായാലും ജഗനോടത് ചോദിക്കണം. ഈ രാത്രി തന്നെ ഇത് അച്ഛനോട് പറയേണ്ട കാര്യമുണ്ടോ? മനുഷ്യ അടങ്ങിയിരുന്നോണം.
കയ്യോട് ചെയ്യാനുള്ളത് കയ്യോട് ചെയ്തില്ലെങ്കിലേ അതിന്റെ ചൂടങ്ങ് കെട്ടുപോകും. പിന്നെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആവും. ഈ രാത്രിയിൽ എല്ലാവരുടെ ഉറക്കം കെടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കൊള്ളാം. മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തിയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നതേ ഒരു നല്ല കഴിവാ. ഈ കഴിവ് നിനക്ക് മാത്രം കനിഞ്ഞു കിട്ടിയതാണോ അതോ കുടുംബക്കാർക്ക് മൊത്തം ഉള്ളതാണോ? ഓ, എന്തൊരു കൊറിക്ക് കൊള്ളുന്ന വാക്കുകൾ. ഇതുപോലെ 2 വാക്ക് മൈക്കി കൂടി പറഞ്ഞിരുന്നെങ്കിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെങ്കിലും എടുത്തേനെ. ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ വന്നോ? എന്താണ് പതിവില്ലാതെ എന്റെ വരവും കാത്ത്? അച്ഛാ, അച്ഛനോടൊരു കാര്യം പറയണമായിരുന്നു. ആ, പറ. ജിതേട്ടനത് പറയാനൊരു മടി. ഒന്നിനും മടിയില്ലാത്ത നീയുണ്ടല്ലോ. പറഞ്ഞു. നീ പറഞ്ഞാലും എനിക്ക് കേൾക്കാം. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. ആ കോൺട്രാക്ടർ അച്ഛനെ ഏൽപ്പിക്കാൻ ജഗന്റെ കയ്യിൽ കൊടുത്ത 2 ലക്ഷം രൂപയില്ലേ? 2 ലക്ഷം രൂപ അത് ജഗൻ അവന്റെ അമ്മായിയച്ഛൻ മാധവൻ നായരുടെ ഓട്ടോറിക്ഷയ്ക്ക് അടച്ചു. ജഗനും വന്ദനയും അത് പറയുന്നത് ഞാൻ കേട്ടു. സത്യമാണോ നീ പറയുന്നത്? സത്യമാണ് അച്ഛാ. ജഗൻ പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. എന്താ പറ്റി? എവിടെ നിന്റെ മകൻ ജഗൻ? ചോദിച്ചേട്ടില്ലേ എവിടെയാണെന്ന്? ആ കോൺട്രാക്ടർ നിന്നെ ഏൽപ്പിച്ച 2 ലക്ഷം രൂപ എവിടെ? അത് വെച്ചാ ഞാനതൊന്നും മറിച്ചു. തിരിച്ചു തരാം. മറിച്ചെന്നോ? ആരോട് ചോദിച്ചിട്ട്? രണ്ട് ലക്ഷം രൂപ എനിക്ക് പുല്ല. പക്ഷെ നിന്റെ അമ്മായിയപ്പൻ ആ ഏരണം കെട്ട മാധവൻ നായരുടെ കടം വീട്ടാനുള്ളതല്ല. എന്റെ പണം. നിന്റെയും നിന്റെ കെട്ടുകളുടെയും ചെലവ് ഞാൻ നോക്കാം. ജനിപ്പിച്ചു പോയില്ലേ ഇതുപോലെ. പക്ഷേ നിന്റെ അമ്മായിയപ്പൻ്റെ ചെലവും കൂടി നോക്കാനുള്ള ബാധ്യത അതെനിക്കില്ല. അല്ലേ 2 ലക്ഷം രൂപയ്ക്ക് വെറുതെ കളയാന്ന് വെച്ചാ? പണം ഉണ്ടാക്കുന്നവർക്ക് അതിന്റെ പാടറിയും. ഏട്ടത്തിക്ക് അത്രയ്ക്ക് അങ്ങ് നോവണ്ട. കോൺട്രാക്ടറുടെ കൈക്കൂലി പണം ഒരു നല്ല പ്രവൃത്തിക്ക് ചെലവാക്കിയെന്ന് വിചാരിച്ചാൽ മതി. നന്മയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അതിന്റെ പുണ്യം അച്ഛനും കിട്ടും. ആ പുണ്യം എനിക്ക് വേണ്ടടാ, നാണമില്ലാത്തവനെ. എന്തിനാ ജഗ, എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ? സമാധാനം ആയോടി നിനക്ക്? ഞാനൊരു അമ്മയാ. എന്റെ മോൻ ഇങ്ങനെ അടികൊണ്ട് നിൽക്കുമ്പോഴേ എന്റെ ചങ്ക് തകരും.
അടിച്ചത് വേറെ ആരും അല്ലല്ലോ, തിരുത്ത ഉത്തരവാദിത്തപ്പെട്ട അച്ഛൻ തന്നെയല്ലേ. അതിന് അമ്മയ്ക്ക് എത്ര നോവേണ്ട കാര്യം എന്താ? നോകൂടി. ആ നോവേ നിനക്കറിയില്ല. നിർത്തടി നിന്റെ പ്രസംഗം. ഇവന്റെ എല്ലാ നെറികേടിനും കൂട്ടു നിൽക്കുന്നത് നീ ഒറ്റൊരുത്തിയാ. ഇന്നു വരെ ഞാൻ നിങ്ങളെ എതിർത്ത് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറയാ, എന്റെ കുഞ്ഞ് ഇപ്പൊ ഒരു മകൻ മാത്രമല്ല, അവളുടെ ഭർത്താവും കൂടിയാ. അടിച്ചത് അച്ഛനാണല്ലോ എന്ന് കരുതി ഇവന് സഹിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് ഭർത്താവിന് അടി കിട്ടിയാലേ അതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇവളുടെ മനസ്സിലെ കടലിരമ്പവേ എനിക്ക് കേക്കാം. കാരണം ഞാനും ഒരു ഭാര്യ. കൊള്ളാം, അമ്മ ഇപ്പോഴും ജഗനെ വിളിച്ചോണ്ട് പോടാ ഈ സാധനത്തിനെ. വാ വിജയ്.